വി.ഡി. സതീശൻ സർക്കാരിലെ രണ്ടാമത്തെ വിക്കറ്റ് വീണുവെന്നാണ് മുൻ ദേവസ്വം മന്ത്രി വി.എൻ. വാസവന്റെ പ്രതികരണം. സണ്ണി ജോസഫിന്റെ ബന്ധുവിന് പിന്നാലെ ഉണ്ടായ കെ.ബി. പ്രദീപിന്റെ രാജി സർക്കാരിനേറ്റ തിരിച്ചടിയാണ് എന്നും വാസവൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ആ പ്രതികരണം കൂടി. രണ്ടാമത്തെ വിക്കറ്റ് ഈ ഗവൺമെന്റ് വീണിരിക്കുന്നു. ആദ്യം സണ്ണി ജോസഫിന്റെ അളിയൻ രാജിവെക്കേണ്ടി വന്നു. ഇപ്പോൾ ഇതാ നിയമിച്ചത് ഉടൻ തന്നെ പിൻവലിക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഈ ഗവൺമെന്റ് തുടക്കം മുതൽ തന്നെ അതിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാം ഭരണപരിചയമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയുടെ വിവിധ തലങ്ങളിലെ പിടിപ്പുകേടുകളും ആ ഗവൺമെന്റിന്റെ വീഴ്ചകളും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി കാണാം. രാജിവെച്ചുകൊണ്ടും പ്രശ്നം തീരുന്നില്ല, വീണ്ടും വിഷയങ്ങൾ ഉയർന്നു വരും, സംശയം വേണ്ട. രാഗിൻ തുടരുന്നുണ്ട്. രാഗിൻ, പ്രശ്നം ഇവിടെ അവസാനിക്കില്ല എന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ കെ.ബി. പ്രദീപിന്റെ രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു, രാജിവെച്ചു എന്ന് പറയുമ്പോഴും വലിയൊരു ആരോപണവുമായി സർക്കാരിന് മുന്നിൽ നിൽക്കുകയാണല്ലോ പ്രദീപിന്റെ നിയമനം. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രതികരണം ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതായത് ഇത് വലിയ വിവാദമായ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തേണ്ടതായി വരിക. ഇത് സംബന്ധിച്ച ചോദ്യങ്ങളും സ്വാഭാവികമായിട്ടും ഉയരുക തന്നെ ചെയ്യും. പക്ഷേ അതിലെന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായും കാത്തിരുന്ന് കാണേണ്ടത്. അതിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ ഉന്നയിക്കാൻ കഴിയുന്ന വാദഗതികൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രാജി ചോദിച്ചു വാങ്ങിയിരിക്കുന്നത്. അതിൽ സർക്കാരിന് എന്താണ് പറയാനുണ്ടാകുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും പ്രതിപക്ഷമടക്കം അതിശക്തമായി ഉന്നയിച്ചിരിക്കുന്നത് കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടത്തിയത്, മാത്രമല്ല ഒരു സർക്കാരും ഇത്തരത്തിൽ ധൈര്യപ്പെടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കൂടാതെ ഒട്ടനവധി പേർ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നേരിട്ടും അല്ലാതെയും ഒക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങളെയും UDF നേതാക്കളെയും ഒക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന മന്ത്രിമാരുടെ അടക്കം വാക്കുകളിൽ നിന്നും വളരെ വ്യക്തവുമാണ്. എന്തായാലും ഇപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള ഒരു നടപടി, ആ നടപടി കൊണ്ട് ഈ വിവാദം തൽക്കാലത്തേക്ക് എങ്കിലും പിടിച്ചു നിർത്താൻ കഴിയുമെങ്കിലും അത് പൂർണ്ണമായി അവസാനിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക ഘട്ടത്തിൽ നിൽക്കുകയാണ്. ആ നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ UDF സർക്കാർ ഭരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ തുടർ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നടക്കാനുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ തരത്തിൽ സർക്കാരിനോ ഏറ്റുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാർ തുടക്കത്തിലെ ഈ വിഷയത്തിൽ വെള്ളം ചേർക്കാനുള്ള സമീപനം സ്വീകരിച്ചു എന്ന പ്രതിപക്ഷ വിമർശനമായിരിക്കും. ആ പ്രതിപക്ഷ വിമർശനത്തിന് കാതലായി വരുന്നത് ഈ നിയമനവുമായിരിക്കും. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിന് തുടർന്നും അങ്ങോട്ട് ഈ വിവാദം ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇത് കൂടുതൽ വഷളാവുന്നതിന് മുൻപ് ഇപ്പോൾ ആണ് ഈ മുഖ്യമന്ത്രി രാജി ചോദിക്കുകയും രാജി ഇപ്പോൾ വയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചുള്ള ചുമതല അദ്ദേഹം ഏറ്റെടുത്തതായി മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ ദിവസം തന്നെ അദ്ദേഹം രാജി നൽകിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകനാണ് കെ.ബി. പ്രദീപ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് അനൗദ്യോഗികമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നത് കഴിഞ്ഞ 13 വർഷമായി ഇദ്ദേഹം ദേവസ്വം കേസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ എഫിഷ്യൻസിയോടുകൂടി മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് അത്തരത്തിലുള്ള നിയമനങ്ങളിലേക്ക് കാര്യങ്ങൾ പോയത് എന്ന വാദഗതികൾ ചിലരെങ്കിലും പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ആ വാദഗതികളൊന്നും നിലവിലെ ഒരു പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നതല്ല. അതൊക്കെ തന്നെ തിരിച്ചടിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിൽ ഉള്ളത്. അതുകൊണ്ട് ഇതിൽ ഇപ്പോൾ രാജി ഉണ്ടായിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് UDF കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലടക്കം ഉയർത്തിയത് ഈ വിഷയമായിരുന്നു എന്നതും അതിന്റെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. രാഗിനാണ് കൊച്ചിയിൽ വിവരങ്ങൾ നൽകിയത്. കെ.ബി. പ്രദീപിന്റെ രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു, രാജിവെച്ചിരിക്കുന്നു. പക്ഷേ വിവാദം തുടരുകയാണ്, രാഷ്ട്രീയ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്.